Welcome to Mahima's cooking class. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡെസേർട്ട് ആണ് ചെയ്യുന്നത്, പാവ്ലോവ. പാവ്ലോവ ഒരു മെറാങ് ബേസ്ഡ് ഡെസേർട്ട് ആണ്. മെറാങ് എന്ന് വെച്ചാൽ മുട്ടയുടെ വൈറ്റ് നമ്മൾ ബീറ്റ് ചെയ്ത് ബേക്ക് ചെയ്തതിനാണ് മെറാങ് എന്ന് പറയുന്നത്. അപ്പം മെറാങ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഡെസേർട്ടാണ് പാവ്ലോവ. പാവ്ലോവ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മുട്ടയൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. മുട്ടയുടെ വെള്ളയും യോക്കും കൂടെ തിരിച്ചെടുക്കണം. നമുക്ക് ഈ അളവിന് വേണ്ടത് 2 മുട്ടയാണ്. അപ്പം മുട്ട എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മൾ ഡയറക്റ്റ് ഉപയോഗിക്കരുത്. അപ്പോൾ ഈ റെസിപ്പിക്ക് നമുക്ക് മുട്ടയുടെ ഉണ്ണി ആവശ്യമില്ല. ഉണ്ണി നിങ്ങൾക്ക് കസ്റ്റർഡ് ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് മാറ്റി വെക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ള നമ്മൾ 2 മുട്ടയുടെ വെള്ള എടുത്തത്. ഇതിലേക്ക് ഇനിയും നാരങ്ങാനീര് ചേർക്കണം. 1/2 ടീസ്പൂൺ നാരങ്ങാനീര്. എന്നിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ലൈറ്റായിട്ട് ഒരു 10 സെക്കൻഡൊക്കെ ബീറ്റ് ചെയ്ത ശേഷം നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് കാസ്റ്റർ ഷുഗറാണ്. കാസ്റ്റർ ഷുഗർ എന്ന് പറഞ്ഞാൽ ഫൈൻ ഗ്രാനുലേറ്റഡ് ഷുഗറാണ്, ചെറിയ തരിയുള്ള ഷുഗർ. അപ്പോൾ സാധാരണ പഞ്ചസാരയാണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ച ശേഷം ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത ശേഷം ഇതേപോലെ ഉപയോഗിക്കാം. ഈ ഒരു ബീറ്റിംഗ് ഏകദേശം ഒരു 5 to 8 മിനിറ്റ്സ് സമയമെടുക്കും. നല്ല തിക്കാവുന്ന വരെ ബീറ്റ് ചെയ്യുക. ഇപ്പം നോക്കിയാൽ തിക്കായി, എന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ടില്ല. സോഫ്റ്റ് പീക്സ് ആണ്. കുറച്ച് നേരം കൂടെ ബീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ടത് നല്ല സ്റ്റിഫായിട്ട് പീക്സ് വരുമ്പോൾ നിർത്താം. ചെക്ക് ചെയ്യാം. വേണ്ട, സ്റ്റിഫ് പീക്സായി. നമ്മുടെ പീക്സ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ റെഡിയാണ്. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനായിട്ടുണ്ട്. 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസ് നമ്മൾ ചേർക്കുന്ന ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ നാരങ്ങാനീര് ചേർക്കുന്നത്, അത് ഹോൾഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഓഫ് ചെയ്യാം. ബേക്ക് ചെയ്യാനായിട്ട് ഒന്നുകിൽ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പറാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉപയോഗിച്ചാലും മതി. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ബട്ടർ പേപ്പറിൻ്റെ ഇതിലേക്ക് നമ്മൾ കമത്തി ചെയ്ത് ഒഴിക്കുകയാണ്. ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇടാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റൗണ്ടായിട്ട് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിലൊരു പേപ്പർ വെച്ച ശേഷം അതിലൊരു റൗണ്ട് സർക്കിൾ, ഒരു 7 ഇഞ്ചിൻ്റെ ഉള്ള സർക്കിൾ വരച്ചിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇടാം. റൗണ്ടിലാണ് നമ്മൾ പാവ്ലോവ ഉണ്ടാക്കുക. ഇപ്പം മെറാങ്ങിൻ്റെ ഏറ്റവും ഒരു എനിമി എന്ന് പറയുന്നത് നെയ്മയാണ്, അല്ലെങ്കിൽ ഫാറ്റാണ്. ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കുന്ന ബീറ്റ് ചെയ്യുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സ്പാറ്റുലയിലോ ബീറ്ററിൻ്റെ ബ്ലേഡ്സിലോ ഒന്നും എണ്ണമയമോ ഒന്നും വരാൻ പാടില്ല. എപ്പോഴും ഡ്രൈ ആൻഡ് ക്ലീൻ ആയിരിക്കണം. അകത്ത് ചെറിയൊരു ഡിപ്പ് കൊടുക്കുക. നമ്മളിവിടെ ബേക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു ഡിപ്പ് കൊടുക്കുക. ഈ സൈഡിലുള്ളത് വേണമെങ്കിൽ എക്സസ് വന്നേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈപ്പ് ചെയ്ത് മാറ്റാം. പാവ്ലോവ നമ്മൾ ബേക്ക് ചെയ്യുന്നത് എപ്പോഴും അധികം ചൂടില്ലാത്ത അവനിലാണ്.
നമ്മൾ സാധാരണ ബേക്ക് ചെയ്യുന്നത് 180 ഡിഗ്രിയിലൊക്കെയാണല്ലോ. അപ്പം പാവലോവ ബേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും 150 ഡിഗ്രിയിലാണ് നമ്മൾ 1 മണിക്കൂറാണ് ബേക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ ഇതിൻ്റെ കളർ അധികം ബ്രൗൺ ആവാണ്ട് നമുക്ക് കിട്ടും. കൂടുതലും കഴിയുന്നതും വൈറ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ അധികം ചൂടില്ലാത്ത അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുക. ബേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും 150 ഡിഗ്രിയിൽ 1 hour ബേക്ക് ചെയ്യുക. അതിനുശേഷം അവനിൽ വെച്ച് തന്നെ വേണം ഈ പാവലോവ കൂളാവാനായിട്ട്. ഉടനെ പുറത്തേക്ക് എടുത്ത് വെക്കാൻ പാടില്ല. അവനിരുന്ന് പതിയെ അത് കൂളാവണം. അപ്പോൾ 1 hour 150 ഡിഗ്രിയിൽ നമ്മൾ ബേക്ക് ചെയ്തു. അതിനുശേഷം അവൻ ഓഫ് ചെയ്തിട്ട് അവന് വെച്ച് തന്നെ 1 hour കൂൾ ചെയ്യാനായിട്ട് വെച്ചു. അതിന് ശേഷമുള്ളതാണ്. എപ്പോഴും ഓർക്കുക, മെറാങ് നമ്മൾ ഉണ്ടാക്കുമ്പം ഇടയ്ക്ക് കൊളാപ്സ് ചെയ്യാം, അവിടെ എവിടെയും പൊട്ടാം. അതൊക്കെ നോർമലാണ്. മെറാങ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ക്രീം വിപ്പ് ചെയ്ത് അതിൻ്റെ പുറത്ത് ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് നമ്മൾ സെർവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ഇപ്പോൾ സ്റ്റിഫ് പീക്സ് ആയിട്ടുണ്ട്. നമ്മുടെ ക്രീം റെഡിയാണ്. അപ്പം മെറാങ് എപ്പോഴും നല്ല മധുരമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഇച്ചിരി പുളിയൊക്കെ ഉള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റി. ആ മധുരം ഒന്ന് കട്ട് ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ സ്ട്രോബെറീസും ബ്ലൂബെറീസും മാത്രമാണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താ ഫ്രൂട്ട്സ് ഉള്ളത് വെച്ചാൽ അതൊക്കെ ഉപയോഗിക്കാം. എപ്പോഴും ഇച്ചിരി പുളിയുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്താൽ എപ്പോഴും നല്ലതായിരിക്കും. ഞാൻ ഇവിടെ കുറച്ച് ചോക്ലേറ്റൂടെ ഡ്രിസിൽ ചെയ്യുവാണ്. ഇത് ഇച്ചിരി ബിറ്ററായിട്ടുള്ള ചോക്ലേറ്റ്, അപ്പോൾ മധുരത്തിന് ഒന്ന് കട്ട് ചെയ്യാനും കൂടിയിട്ടാണ്. അപ്പോൾ സെമി സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് യൂസ് ചെയ്തേക്കുന്നത്. കുറച്ച് മിൻറ്റ് ലീവ്സ് കൂടെ വെച്ച് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ പാവലോവ നമ്മളിവിടെ സ്ട്രോബെറീസും ബ്ലൂബെറീസും ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തു. കൂടാതെ നമ്മൾ കുറച്ച് ചോക്ലേറ്റും മിൻറ്റ് ലീവ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഗാർണിഷിനായിട്ട്. നമ്മുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ടോപ്പിംഗ് ആയിട്ട്. എപ്പോഴും ഇച്ചിരി പുളിയുള്ള ഫ്രൂട്ട്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. കാരണം മെറാങ് നല്ല സ്വീറ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ മെറാങ്ങിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ പുറം നല്ല ക്രിസ്പായിരിക്കും, നല്ലൊരു ക്രിസ്പ് ടെക്സ്ചറായിരിക്കും. അകത്ത് നല്ല മാഷ്മെല്ലൊക്കെ പോലത്തെ ഒരു ടെക്സ്ചറാണ്. പ്ലസ് നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ചൂവി ടെക്സ്ചറും കിട്ടും. എപ്പോഴും മെറാങ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് 1-2 ദിവസമൊക്കെ സ്റ്റോർ ചെയ്യാം. പക്ഷേ ടോപ്പിങ്ങും ക്രീമും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സെർവ് ചെയ്യുക. അത് സോഗിയായി തുടങ്ങും. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.